ബഡ്ജറ്റിനോടനുബന്ധിച്ച് ഡി എ, ഡി ആർ എന്നിവ ക്രമപ്പെടുത്തും. അത് കൃത്യമായി കൊടുക്കാനുള്ള ഒരു പരിപാടി ആലോചിക്കും. ശമ്പള പരിഷ്കരണത്തിന് 10 വർഷമാക്കാനുള്ള സാധ്യതയുണ്ട്. പെൻഷൻ പ്രായം 58 ആക്കണം, 56-ൽ നിന്നുള്ള പ്രപ്പോസൽ എടുക്കാനുള്ള സാധ്യത ഈ വർഷം കുറവാണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന അടുത്ത ലെവൽ വിവരം. ഒരുപക്ഷെ ഇത് വീണ്ടും മാറാം. ഓരോ ലെവൽ കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ് നമ്മൾ അറിയിക്കുന്നത്. ഇന്നലെ കിട്ടുന്ന വിവരം അനുസരിച്ച് ഇന്നുമൊക്കെ അത് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിട്ടിയിട്ട് 58 വയസ്സായിരിക്കുകയാണ്. 56 വയസ്സ് 58 വയസ്സാക്കി കൊണ്ടുള്ള തീരുമാനം വരാൻ ഒരു സാധ്യത ഈ വർഷം കാണുന്നില്ല. പക്ഷേ വരുന്ന വർഷങ്ങളിൽ ചിലപ്പോൾ അതിനുള്ള തീരുമാനം വന്നേക്കാം. ധവളപത്രത്തിൽ പറയുന്നതനുസരിച്ച് 58 വയസ്സാക്കിയാൽ 6000 കോടി രൂപ ലാഭിക്കാം എന്ന് പറയുമ്പോൾ, പക്ഷേ 58 വയസ്സാക്കിയാലും പിന്നും പെൻഷൻ വരുമ്പോൾ വീണ്ടും പൈസയിൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അതുകൊണ്ട് പുതിയ ആളുകൾ വരുന്നതാണ് കുറച്ചുകൂടെ മെച്ചം. പുതിയ ആളുകൾ വരട്ടെ, പ്രത്യേകിച്ച് യുവാക്കൾക്ക് യുവതികൾക്കൊക്കെ തൊഴിൽ കിട്ടട്ടെ എന്നൊരു സമീപനത്തിൽ യൂത്ത് കോൺഗ്രസ്സൊക്കെ ശക്തമായി എതിർത്ത് വന്ന സാഹചര്യമുണ്ട്. DYF എതിർത്തു, AYF എതിർത്തു. അപ്പോൾ തുടക്കത്തിൽ തന്നെ യുവാക്കളുടെ ഒരു സമരം ഏറ്റുപിടിക്കേണ്ട എന്നുള്ളൊരു തീരുമാനവും ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം യുവാക്കളുടെയും SFIയുടെയും DYFയുടെയും AISFൻ്റെയും പിന്നെ അതുപോലെ തന്നെ RYFൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ യുവമോർച്ചയുടെയൊക്കെ സമരം വന്നാൽ കടുക്കും. തുടങ്ങിയല്ലേ ഉള്ളൂ ഗവൺമെൻറ്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. എന്തായാലും പെൻഷൻ പ്രായം തൽക്കാലം കൂട്ടുന്നില്ല. അതേസമയം DA 8 പ്രാവശ്യമായിട്ട് കൊടുക്കും എന്ന് പറഞ്ഞ DA അത് മാറ്റി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് കൃത്യമായി കുറച്ചുകൂടി നേരത്തെ DA കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതൊന്ന് ക്രമപ്പെടുത്തും. ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മാത്രമാക്കണം എന്നൊരു നിർദ്ദേശമുണ്ട്. പക്ഷേ അതിലിനി സർക്കാർ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് പിടികൊടുക്കുക എന്നറിയില്ല. കേന്ദ്രത്തിൽ 10 വർഷത്തിലൊരിക്കലാണ്. അതുകൊണ്ട് വേണമെങ്കിൽ 10 വർഷത്തിലൊരിക്കലാക്കാം. പക്ഷെ അറിയില്ല അതിൻ്റെ ഒരു രീതി എന്താണെന്നറിയില്ല. എന്തായാലും വളരെ കൃത്യമായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, കാണുന്നത്. എത്രയും പെട്ടെന്ന് പെൻഷൻ പ്രായം കൂട്ടണം എന്നാണ് ധവളപത്രം സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല കമ്മീഷനുകളും, ധനകാര്യ കമ്മീഷനും പല ആളുകളും ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, പെൻഷൻ പ്രായം കൂട്ടണമെന്ന്. അപ്പോഴെല്ലാം സർക്കാർ മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ആ അജണ്ട മാറ്റിവെക്കാനാണ് സാധ്യത. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കുന്നതിനെക്കുറിച്ച് തീരുമാനമുണ്ടാകും. DA, DR മുടങ്ങിക്കിടക്കുന്ന DAയും DRും എല്ലാം കൊടുത്തു തീർക്കും. അത് വളരെ കൃത്യമായി കൊടുത്തു കഴിയുമ്പോൾ തന്നെ പിന്നെ ലീവ് സറണ്ടർ കൃത്യമായി കൊടുത്തു തീർക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് PF-ൽ ലയിപ്പിക്കുകയോ അല്ലെങ്കിൽ കാശായിട്ട് കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ അത് ലീവ് സറണ്ടറിനെ സംബന്ധിച്ചൊരു നല്ല തീരുമാനമുണ്ടാകും. മെഡിസെപ്പിനെ സംബന്ധിച്ച് ചില തീരുമാനങ്ങളുണ്ടാകും. ആരോഗ്യ ഇൻഷുറൻസുമായിട്ട് മാറ്റി മെഡിസെപ്പിൽ തീരുമാനം. ഇങ്ങനെ പല പല തീരുമാനങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അഷ്വേർഡ് പെൻഷനിൽ ചിലപ്പോൾ അത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അഷ്വേർഡ് പെൻഷൻ മതിയാക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അഷ്വേർഡ് പെൻഷൻ പരിഷ്കരിച്ചുകൊണ്ട് തമിഴ്നാട് മോഡലിലൊക്കെ പരിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ സാധ്യത എന്നറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ വരാനിരിക്കുന്നത്. ബഡ്ജറ്റ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. ധനകാര്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി. അപ്പോൾ കൂടുതൽ എളുപ്പമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് നോക്കാം. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ അധിക ബാധ്യത സർക്കാരിനുണ്ടാകാതെ, എന്നാൽ ഉദ്യോഗസ്ഥരെ പിണക്കാതെ അവരെ വിശ്വാസത്തിലെടുക്കുന്ന പല തീരുമാനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ ഈ 58 വയസ്സെന്നുള്ളത് ഒരുപക്ഷെ വരുന്ന വർഷങ്ങളിലേക്ക് മാറ്റിവെക്കാം. ഈ വർഷം എന്തായാലും അതെടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ ആശാ വർക്കേഴ്സ്, അംഗനവാടികൾ, പാചക തൊഴിലാളികൾ തുടങ്ങിയിട്ടുള്ള ഒരു സ്കീം തൊഴിലാളികളുണ്ട്. അവരുടെ സേവന വേതന വ്യവസ്ഥകളിൽ അവരുടെ പെൻഷൻകാരുടെയൊക്കെ സേവന വേതന വ്യവസ്ഥകളിൽ എന്തെങ്കിലും ഒരു കൃത്യമായ ഒരു പാരിറ്റി കൊണ്ടുവരുമോ എന്നുള്ള കാര്യവും നമുക്ക് അറിയില്ല. അതിൻ്റെ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ വളരെ കൃത്യമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി സമഗ്രതയോടുകൂടി പരിഹരിക്കണം അല്ലെങ്കിൽ പരിഗണിക്കണം എന്നൊരു തീരുമാനം ഈ സർക്കാരിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിസ്മയങ്ങളായിരിക്കും ബഡ്ജറ്റിൽ ഉണ്ടാവുക.